Why BIM replace CAD in AC industry? അതല്ലേ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പ്രൊജക്റ്റിൽ കണക്റ്റഡ് ആയ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ് ഇവർക്കൊക്കെ ഒരു കോമൺ ഡിജിറ്റൽ ഷെയർഡ് പ്ലാറ്റ്ഫോമാണ് BIM പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഒരു റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്, ഒരു ഡിസിഷൻ മേക്കിങ്ങിനും വളരെ യൂസ്ഫുൾ ആവുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റിന് ഒരു ബെറ്റർ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി അവിടെ BIM-ലൂടെ കിട്ടുന്നത്. വിഷ്വലൈസേഷൻ അതാണ് BIM-ൻ്റെ മറ്റൊരു പ്രധാന ഘടകം. ഒരു ബിൽഡിങ്ങിലൂടെ വാക്ക് ത്രൂ ചെയ്യാനും ക്ലാഷ് ഡിറ്റക്ട് ചെയ്യാനും റെസൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ അത് വളരെ സപ്പോർട്ടീവാണ്, വിച്ച് ഇസ് നോട്ട് പോസിബിൾ ഇൻ CAD അഗെയിൻ ബിക്കോസ് CAD ഫോക്കസ് ഫോർ 2D ജോമെട്രി. BIM നമുക്കൊരു ഇൻഫോർമേഷൻ റിച്ച് മോഡലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഫോക്കസ് മോർ ഓൺ ദ ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ലൈക്ക് എവറിത്തിങ് ഇസ് ഇൻ്റർകണക്റ്റഡ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സെക്ഷനിലായാലും ഫ്ലോർ പ്ലാൻ, എലിവേഷൻ, സ്കെഡ്യൂൾ എവിടെ ഒരു എലിമെൻറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഈ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് അത് ഡൈനാമിക് ആയിട്ട് ആ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും, വിച്ച് ഇസ് നോട്ട് പോസിബിൾ ഇൻ CAD ബിക്കോസ് CAD എവറിത്തിങ് ഇസ് ലൈക്ക് ഇൻഡിപെൻഡൻറ്റ്. അവിടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വൈ BIM റീപ്ലേസ് CAD. മാത്രമല്ല, ഒരുപാട് ഡെവലപ്പ് കൺട്രീസ് അവരുടെ AC ഇൻഡസ്ട്രിയിൽ BIM മാൻഡേറ്ററി ആക്കി കഴിഞ്ഞു ആൻഡ് CAD ഈസ് റിഗാർഡഡ് ആസ് ആൻ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി.